ഹായ്, നേഴ്സിംഗ് പോലുള്ള കോഴ്സ് അല്ലെങ്കിൽ GNM പോലുള്ള കോഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ അലൈഡ് ഹെൽത്ത് സയൻസ് പോലുള്ള കോഴ്സ് അല്ലെങ്കിൽ ഫാർമസി കോഴ്സസ് ഇപ്പോൾ B.Pharm D.Pharm അങ്ങനെയൊക്കെയുള്ള കോഴ്സസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കത് അതിൻ്റെ ഒരു ജോലി സ്വഭാവം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് കാണേണ്ടി വരും, ഏതൊക്കെ തരം നിങ്ങൾ ജോലികൾ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം പല ആളുകളും കണ്ടിട്ടുണ്ട്, എനിക്ക് ബ്ലഡ് കണ്ട പേടിയാണ്, ഞാൻ അതേപോലെ ഈ അനസ്തേഷ്യയൊക്കെ എടുത്ത് അല്ലെങ്കിൽ കാർഡിയാക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത്. ഈ ബ്ലഡ് കണ്ട പറ്റാത്ത ആൾക്കാർ ഈ പറഞ്ഞ കോഴ്സസ് ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പം ATOT ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ അനസ്തേഷ്യ പോലുള്ള കോഴ്സസ് പഠിക്കുന്നവർ അവർ ഡോക്ടേഴ്സിനെയാണ് അസിസ്റ്റ് ചെയ്യേണ്ടത്. ഈ സർജറി ആ സമയത്തൊക്കെ നിങ്ങൾ ഡോക്ടറിൻ്റെ കൂടെ നിന്ന് ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ബ്ലഡ് കാണേണ്ടി വരും, അല്ലെങ്കിൽ അതേപോലുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടി വരും. അപ്പോൾ ഇത് കണ്ട പേടിയുള്ള അല്ലെങ്കിൽ ഇത് കണ്ട് മയങ്ങി വീഴുന്ന ആൾക്കാരൊക്കെ ഈ പറഞ്ഞ കോഴ്സസ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും രക്ഷയുണ്ടോ? വെറുതെ ആയി പോകില്ലേ? നിങ്ങൾ 4 വർഷം പഠനം 3 വർഷം പഠനം ഒക്കെ വെറുതെ ആയി പോകില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഈ നേഴ്സിംഗ് ഭയങ്കര അത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നല്ല സാലറി കിട്ടും, പുറത്തോട്ടൊക്കെ പോകാം എന്നും പറഞ്ഞ് പോകുന്നവർ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ രോഗികളൊക്കെ അങ്ങനെ പല രീതിയിൽ നമ്മൾ കെയർ ചെയ്യേണ്ടതായിട്ട് വരും, അവരുടെ കൂടെ നിൽക്കേണ്ടി വരും, പല കാര്യങ്ങൾ നമ്മൾ കാണേണ്ടി വരും, ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ കോഴ്സസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വെറുതെ ആയി പോകും. നിങ്ങളുടെ പഠനം തന്നെ ഇത്രയും വർഷം നിങ്ങൾ ഇത്രയും പൈസ മുടക്കി പഠിക്കുന്നത് വെറുതെ ആയി പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു കോഴ്സിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് അത് ഓക്കെ ആണോ എന്നുള്ള കാര്യം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ എടുക്കുക. അതനുസരിച്ച് തന്നെ നിങ്ങൾ അഡ്മിഷൻ കൺഫേം ചെയ്യുക. അതിനനുസരിച്ച് ശേഷം നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മെഡിക്കൽ ഫീൽഡാണ് നിങ്ങൾക്ക് താല്പര്യം, നല്ലൊരു കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും പ്രോബ്ലം ഇല്ല, നമുക്ക് ഇതിനൊക്കെ ഓക്കെയാണ്, അതിങ്ങനെ ഒരു ജോലിയൊക്കെ ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോളേജ് നിങ്ങൾ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ. ഞങ്ങളുടെ ടീം നിങ്ങളുടെ ഒരു എങ്ങനെയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നോക്കി നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നല്ല ക്യാമ്പസ്, നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമ്പസുകൾ ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് അവിടുത്തെ അഡ്മിഷൻ ലഭിക്കുന്നതെന്നും എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് എന്നും ഒക്കെ അവർ നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് ഏറ്റവും ബെസ്റ്റായുള്ള ക്യാമ്പസ് നിങ്ങളുടെ പഠനം അവർ കൺഫേം ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ വിളിച്ചോ, നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്തു. ഓക്കെ.